കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനവും എല്ലാവർക്കും അറിയിക്കുന്നു. കർത്താവിന്റെ പാദങ്ങളിൽ ഇന്നും നമുക്കൊരുമിച്ച് കൂടുവാൻ അവസരമൊരുക്കിയ ത്രിയേക ദൈവത്തിന് സ്തോത്രം, സ്തുതി, പുകഴ്ച, ധനം, മാനം, ജ്ഞാനം, ബഹുമാനം എല്ലാം ഉണ്ടാകുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുന്ന നിങ്ങളെ ഏവരെയും ഓർത്തും നിങ്ങളുടെ സമർപ്പണത്തിനും താല്പര്യത്തിനുമായും ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കും നന്ദിയും അഭിനന്ദനങ്ങളും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ പോകാം. ആ വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാമല്ലോ. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈനകന്മാർ വീണമീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. സ്തോത്രം. നമ്മൾ ഈ വാക്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. 13-ാം അധ്യായത്തിലെ ആശങ്കകൾക്ക് ദൈവീക മറുപടി എന്നവണ്ണം നമുക്ക് ഈ അധ്യായത്തെ കാണാം. 13-ാമത്തെ അധ്യായത്തിൽ നാം സാത്താന്യത്രയങ്ങളെ, സാത്താന്യത്രിത്വത്തെ കാണുന്നു. അതിൽ സാത്താന്റെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്ന 2 മനുഷ്യ അധികാരികളെ കണ്ടു. 2 മൃഗങ്ങളായിട്ട് അവരെ ചിത്രീകരിച്ചിരിക്കുന്നു. നാം അതിലാദ്യത്തെ മൃഗമായ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന എതിർക്രിസ്തു എന്ന ഭരണാധികാരി, രാഷ്ട്രീയ ഭരണാധികാരി, അതിൻ്റെ 5, 6, 7 വാക്യങ്ങളിലായി കണ്ടത് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ 42 മാസക്കാലത്തേക്ക് അവൻ അധികാരം ലഭിച്ചു എന്നാണ്. അവിടെ ഒരു ആശങ്ക പലർക്കും ഉണ്ടാകാം. വിശുദ്ധന്മാരെ മുഴുവനുമായി ജയിക്കുവാൻ, ആത്യന്തികമായും വിശുദ്ധന്മാരെ തോൽപ്പിക്കുവാൻ ഈ മൃഗത്തിന്, സാത്താന്യ പ്രതിനിധിക്ക് സാധിക്കുമോ? എന്നാൽ അതിൻ്റെ ഉത്തരമാണ് 14-ാം അധ്യായം. അവിടെ നാം കാണുന്നു, എതിർക്രിസ്തുവിൻ്റെ മഹാപീഠകൾ തുടങ്ങുന്ന സമയത്ത് ദൈവം പിതാവായ ദൈവത്തിൻ്റെയും ദൈവകുഞ്ഞാടിൻ്റെയും മുദ്ര നെറ്റിമേൽ പതിപ്പിച്ച് ദൈവത്തിനായിട്ട് മാറ്റി നിർത്തിയ ഈ 144,000 വിശുദ്ധന്മാർ, പക്ഷേ അവർ ആത്യന്തികം ജയാളികളായി കുഞ്ഞാടിനോടുകൂടെ സിയോൻ മലയിൽ നിൽക്കുന്ന മഹനീയ കാഴ്ച നമുക്ക് ഈ 14-ാം അധ്യായം വിളമ്പിത്തരികയാണ്. അപ്പോൾ സാത്താന്യ വിജയങ്ങൾ, അവയെ വിജയങ്ങളെന്ന് വിളിച്ചാലും
അവകൾ പരിമിതപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. സാത്താന്റെ വിജയങ്ങൾ പരിമിതങ്ങളാണ്. സമയം കൊണ്ടും അത് പരിമിതമാണ്, സ്ഥലം കൊണ്ടും അത് പരിമിതമാണ്, സമൂഹം കൊണ്ടും അത് പരിമിതമാണ്. മനസ്സിലായി കാണുമല്ലോ. അവന് വിജയിക്കുന്നതിനുള്ള സ്ഥല, കാല, സമൂഹ പരിധികളെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ. വിശുദ്ധന്മാരെ ജയിക്കുക എന്ന് അവിടെ നാം കാണുന്നതിൻ്റെ അർത്ഥം നാം നേരത്തെ കണ്ടിരുന്നു. യഹൂദന്മാരുടെ മേൽ അവന് ലഭിക്കുന്ന ആധിപത്യം എന്ന് വച്ചാൽ യഹൂദന്മാരായ വിശുദ്ധന്മാരെ, ദൈവമക്കളെ പീഡിപ്പിക്കുന്നതിന് അവൻ അധികാരം ലഭിച്ചു എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത്. സ്തോത്രം. പക്ഷേ അവന് ദൈവത്തിൻ്റെ ജനത്തെ, വിശേഷിച്ച് അവിടെ നാം കാണുന്ന ദൈവത്താൽ മുദ്രിതരായ വിശുദ്ധ ഗണത്തെ പീഡിപ്പിക്കുവാൻ, അവന്റെ ചൊൽപ്പടിയിൽ നിർത്തുവാൻ, അവരെ കൊണ്ട് അന്യാരാധന നടത്തിക്കുവാൻ അവന് സാധിക്കുന്നില്ല. മനസ്സിലായല്ലോ. Even though as a nation Israel was given under the authority and hands of the Antichrist to be afflicted, it was not absolute defeat of Israel, because Antichrist fails to make them slaves to worship him and his erected image. യഹൂദന്മാരെ ദൈവം പീഡിപ്പിക്കപ്പെടുവാൻ വേണ്ടി എതിർക്രിസ്തുവിന്റെ കൈകളിൽ അധികാരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും യഹൂദരെ പരിപൂർണമായി ജയിക്കുവാൻ എതിർക്രിസ്തുവിനും സാത്താനും കഴിയുന്നില്ല. എങ്ങനെയെന്നാൽ അവരെ കൊണ്ട് ഒന്ന്, അവരെ മുഴുവനും നിർമാർജനം ചെയ്യാൻ, വൈപ്പ് ഔട്ട് ചെയ്യാൻ അവന് കഴിയുന്നില്ല. രണ്ട്, അവരെ കൊണ്ട് അവൻ നിർത്തിയ ബിംബത്തെ ആരാധിപ്പിക്കുവാനും അവന് കഴിയുന്നില്ല. തീർച്ചയായും അവരെ പീഡിപ്പിക്കുന്നുണ്ട്, പലരും രക്തസാക്ഷികളുമാകുന്നുണ്ട്. എന്നാൽ ദൈവം മുദ്രയിട്ട് മാറ്റി നിർത്തിയ ഈ ഇസ്രായേൽ പ്രതിനിധികളെ, അക്കാലത്തെ സുവിശേഷകന്മാരെ എന്ത് ചെയ്യാൻ അവന് കഴിയുന്നില്ല? കൊല്ലാൻ, രക്തസാക്ഷികളാക്കാൻ പോലും അവന് സാധിക്കുന്നില്ല. സ്തോത്രം. So Antichrist fails before these sealed, redeemed saints in both cases to make them bow to him and also to kill him. ഇത് രണ്ടിലും അവൻ പരാജയപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വിശേഷ പരിപാലനം അവർക്ക് കൊടുക്കുന്നു. അതുകൊണ്ടാണ് at last they triumphantly walking, singing, rejoicing with the Lamb of God. ആ മഹാപീഡനത്തിൻ്റെ ഒടുവിൽ അവർ ജയാളികളായി കുഞ്ഞാടിനോടുകൂടെ സിയോൻ മലയിൽ നിൽക്കുന്നു. സ്തോത്രം. നാം ആ സിയോൻ മലയെ രണ്ടർത്ഥങ്ങളിലായിട്ട് കണ്ടു. സ്വർഗത്തിലും ഒരു സിയോൻ മലയുണ്ട്, എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ. ഭൂമിയിലും ഒരു സിയോൻ മലയുണ്ട്. സ്തോത്രം. ഈ രണ്ടിടങ്ങളിലും കുഞ്ഞാടിനോടുകൂടെ നിൽക്കുവാൻ അർഹരായി, ജയാളികളായി
ഇവർ തീരുകയാണ്. ആദ്യം കുഞ്ഞാട് ജയാളിയായി, ജയിക്കുവാനായി, രാജാധിരാജാവായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്ത്, നമ്മളെ യെശയ്യാ 63 മറ്റും നേരത്തെ വായിച്ചതുപോലെ കർത്താവ് അവരെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ഭൂമിയിലെ സിയോൻ മലയിലും ശേഷം കർത്താവിന്റെ സന്നിധിയിൽ നിത്യതയിൽ അവരെ നിർത്തുന്ന മഹനീയമായ കാഴ്ച. അവർ ഭൂമിയിലും ജയാളികളായി കർത്താവിനോട് കൂടെ ആയിരിക്കും, സ്വർഗത്തിലും അവർ കർത്താവിനോട് കൂടെ ജയാളികൾ ആയിരിക്കും. ഇവരുടെയും വീണ്ടെടുപ്പിന്റെ പ്രക്രിയ നമ്മുടേതുപോലെ തന്നെ. പദവിക്ക് വ്യത്യാസമുണ്ട്, പക്ഷേ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ ഒരുപോലെ തന്നെ. അവരും ആരിൽ വിശ്വസിച്ചാണ് രക്ഷിക്കപ്പെടുന്നത്? മശിഹായിൽ, ദൈവകുഞ്ഞാടിൽ. സ്തോത്രം. നാമും അങ്ങനെ തന്നെ, അവരും അങ്ങനെ തന്നെ. എന്നാൽ സഭയുടെ ഉൽപ്രാപണത്തോടുകൂടെ സഭ എന്ന സ്ഥാപനം പൂർത്തീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് അതിനുശേഷം ഉള്ള കാലയളവിൽ ജീവിച്ചിരിക്കുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യുന്ന ഈ വിശുദ്ധന്മാർ, ഈ വീണ്ടെടുക്കപ്പെട്ടവർ സഭയുടെ മണവാട്ടി പദത്തിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രം. പക്ഷേ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ ഇരു കൂട്ടർക്കും ഒരുപോലെ തന്നെ. നമ്മൾ ഇന്നലെ കണ്ടു, അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന്. അക്ഷരീയമായിട്ട് തന്നെ രണ്ടർത്ഥങ്ങളിൽ നമ്മൾ അതിനെ കണ്ടു. ഒന്നാമത്തേത് അക്ഷരീയമായിട്ടുള്ള സംഗതിയാണ്. രണ്ടിനും അവിടെ സാധ്യതകളുണ്ട്, രണ്ടിനും അവിടെ സാധ്യതകളുണ്ട്. സ്തോത്രം. അതിൽ അക്ഷരീയമായിട്ടുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിന്റെ അർജൻസി, അതിൻ്റെ ആ തിടുക്കം, എത്രയും പെട്ടെന്നത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് വിവാഹം കഴിക്കാത്തവരെ പോലെ കഴിയട്ടെന്ന് പറയുന്നത് പോലെ 1 കൊരിന്ത്യർ 7-25 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. 1 Corinthians chapter 7, 25 to 35. അവിടെ പൗലോസ് പറയുന്ന അധ്യായം മുഴുവനും കുടുംബജീവിതത്തെക്കുറിച്ചാണല്ലോ. അവിടെ പൗലോസ് പറയുന്നത്, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ വരവ്, അതിലെ ആദ്യത്തെ ചില വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്ന് എനിക്ക് തോന്നുന്നു. നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ? വേർപാട് അന്വേഷിക്കരുത്. നീ ഭാര്യ ഇല്ലാത്തവനോ? ഭാര്യയെ അന്വേഷിക്കരുത്. നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല. എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും. അത് നിങ്ങൾക്ക് വരരുത് എന്ന് എൻ്റെ ആഗ്രഹം. എന്നിട്ട് അതിന്റെ 29. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. അപ്പോൾ അവിടങ്ങളിൽ പൗലോസ് പറയുന്നത്, ഈ ലോകം അവസാനിക്കാറായിരിക്കുന്നു, അന്ത്യകാലം അടുത്തിരിക്കുന്നു, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു.
ആ അർജൻസി, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, അതിന്റെ സാമീപ്യബോധം കൊണ്ട് വിവാഹം കഴിക്കാത്തവര് അങ്ങനെ തന്നെ അങ്ങ് തുടരുക. കഴിച്ചവര് പോലും വിവാഹം കഴിച്ചില്ല എന്നുള്ള നിലയിൽ പ്രാധാന്യം കർത്താവിന്റെ വരവിനും നിത്യതയിലേക്കുള്ള പ്രവേശനത്തിനും നൽകി ജീവിക്കുക എന്ന ഉപദേശം കൊടുത്തിരിക്കുന്നത് പോലെ ഈ 144,000 പേർ കർത്താവിന്റെ വരവ് നാമൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ദിവസം എണ്ണി പറയാൻ കഴിയുന്ന അളവിലെത്തിയതുകൊണ്ട് അവര് തന്നെ വിവാഹം വേണ്ടെന്ന് വെച്ച് ജീവിച്ചു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ കർത്താവ് പറഞ്ഞൊരു വാക്യം കൂടെ ഉണ്ടല്ലോ, മത്തായി 24-ാമത്തെ അധ്യായത്തിൽ, അതിന്റെ 19, 20, 21 വാക്യങ്ങൾ കൂടെ. മാത്യു 24:19-21. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. മഹാപീഡന കാലത്തെ ഓടിപ്പോക്കിനെ കുറിച്ച്. അപ്പോൾ അവിടെ നമുക്ക് കരുതുവാൻ മറ്റൊരാൾ ഇല്ലാതിരിക്കുന്നതായിരിക്കും അക്കാലത്ത് നന്ന് എന്ന ചിന്തയാണ് കർത്താവ് പങ്കുവെക്കുന്നത്. അതും നമ്മൾ നേരത്തെ 7-ാം അധ്യായത്തിൽ ചിന്തിച്ചതായിരുന്നു, ഇപ്പോഴും ഒന്ന് ഓർപ്പിച്ചു വിടുന്നതേ ഉള്ളൂ. ഭാര്യയുള്ളവൻ ഭാര്യയെ കളഞ്ഞിട്ടോടാൻ പറ്റുമോ? ഭാര്യയും കൊണ്ടോടാൻ പറ്റുമോ? ഇനി ഗർഭിണിയായ ഭാര്യയാണെങ്കിൽ, ഒരു കുഞ്ഞുള്ള ഭാര്യയാണെങ്കിൽ, അപ്പോൾ ഇവര് കർത്താവിന്റെ വരവ് ഇനി ഇത്രയ്ക്കിത്ര ദിവസങ്ങളെ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ ഈ വിധമായ ലൗകിക ജീവിതം പൂർണ്ണമായും വേണ്ട എന്ന് വെച്ചവര് തന്നെ എന്ന് കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. സ്തോത്രം. ആത്മീയ അർത്ഥവും അവിടെയുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ കണ്ടതായിരുന്നുവല്ലോ. സ്തോത്രം. അതുപോലെ 7-ാം അധ്യായത്തിൽ വെച്ച് തന്നെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും വിലാപഗീതങ്ങളിൽ നിന്നും ഒക്കെ ഇസ്രായേൽ മക്കളെ കന്യക എന്ന് വിളിച്ചതും കണ്ടിരുന്നു. ഓർമ്മ കാണുമല്ലോ, ഇനിയും എടുത്ത് വായിപ്പിക്കണ്ടല്ലോ. വിട്ടുപോയവർക്കുണ്ടെങ്കിൽ റെഫറൻസ് ഒന്ന് പറഞ്ഞേക്കാം. 2 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, 2 Kings 19:21, ഐശയ 37:22, യെശയ്യ 37:22, ലാമെന്റേഷൻസ് 2:13, വിലാപഗീതങ്ങൾ 2:13. അവിടെയെല്ലാം നാം കാണുന്നത് സിയോൻ പുത്രി കന്യക എന്ന നിലയിലാണ്. വിർജിൻ ഡോട്ടർ ഓഫ് സയൻ, സിയോൻ പുത്രി എന്ന കന്യക. പിന്നീട് നാം യിരെമ്യാവ് 18:13 വാക്യം, ജെരമായ 18:13, 31:34, 31:34, ആമോസ് 5:2, 5:2. ഇവിടങ്ങളിലൊക്കെ നാം കാണുന്നത് ഇസ്രായേൽ എന്ന കന്യകയെ കുറിച്ചാണ്. രണ്ടും ഒന്ന് തന്നെ. മറ്റിടത്ത് സിയോൻ പുത്രി എന്ന കന്യകയെന്നും ഇവിടെ ഇസ്രായേൽ കന്യകയെന്നും. അപ്പോൾ ഇസ്രായേലിനെയും ബൈബിൾ കന്യക എന്ന നിലയിൽ സംബോധന ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സ്തോത്രം. കന്യക എന്നതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ഒരു ഗ്രീക്ക് പണ്ഡിതൻ അവിടെ കൊടുത്തിരിക്കുന്ന പാർത്തിനോസ് എന്ന പദത്തിന്റെ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥമായിട്ട് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ഫോർ മെൻ ആൻഡ് വിമൻ. പുരുഷന്മാർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും കന്യക എന്ന അർത്ഥത്തിൽ
ഈ പദത്തെ ഉപയോഗിക്കുവാൻ കഴിയും. അതിന് രണ്ട് പ്രധാന അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിർജിൻ ഓഫ് മാരിയബിൾ ഏജ്, വിവാഹപ്രായമായ കന്യക എന്നും, പുരുഷൻ അഥവാ സ്ത്രീ തൊടാത്ത വ്യക്തി എന്ന അർത്ഥത്തിലും ഈ പദത്തെ വിവർത്തനം ചെയ്യാനായിട്ട് പറ്റും. അൺടച്ചബിൾ, അൺടച്ച്ഡ് ബൈ മാൻ ഓർ വുമൻ. സ്ത്രീക്ക് വേണ്ടിയാണോ പുരുഷന് വേണ്ടിയാണോ പറയുന്നതനുസരിച്ച് പറയാം. സ്ത്രീ തൊടാത്ത അല്ലെങ്കിൽ പുരുഷൻ തൊടാത്ത. പുരുഷൻ തൊടാത്ത എന്ന പ്രയോഗം നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതലേ ഇങ്ങോട്ട് കാണും. പുരുഷൻ തൊടാത്ത കന്യക എന്നാണ് റിബേക്ക ഉൾപ്പെടെയുള്ള ലോത്തിന്റെ മക്കൾ ഉൾപ്പെടെയുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നേരെ തിരിച്ചും സ്ത്രീ തൊടാത്ത അല്ലെങ്കിൽ സ്ത്രീയെ തൊടാത്ത പുരുഷൻ എന്ന അർത്ഥത്തിലും ഈ പദം വിവർത്തനം ചെയ്യപ്പെടുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ആ ഭാഗങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 4-ാം വാക്യം വരെ നാം അങ്ങനെ പഠിച്ചു. 5-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. സ്തോത്രം. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. നാം അതേക്കുറിച്ചും കണ്ടു. ആ കാലത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഭോഷ്ക് പറയുക, ഭോഷ്കിൽ ഇഷ്ടപ്പെടുക, ഭോഷ്ക് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളവർ. എന്നാൽ ഈ പ്രിയപ്പെട്ടവർ, ഈ 144,000 പേർ, അവർ ഭോഷ്ക് ഇല്ലാത്തവരായിരുന്നു. ദൈവരാജ്യ പ്രവേശനത്തിനുള്ള ഒരു അടിസ്ഥാന യോഗ്യതയാണ് സത്യസന്ധത, ട്രൂത്ത്ഫുൾനെസ്. എല്ലാ നിലകളിലും സത്യസന്ധരാവുക. സ്തോത്രം. ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വിശ്വസ്തത പുലർത്തണം. ചാസ്റ്റിറ്റി ഇൻ ഫാമിലി ലൈഫ്. കുടുംബ ജീവിതത്തിലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വസ്തത, ആത്മീയ ജീവിതത്തിൽ ദൈവിക കൽപ്പനകളോടുള്ള വിശ്വസ്തത, ദൈവത്തോട് നാം ചെയ്ത ഉടമ്പടിയിൽ ഉള്ള വിശ്വസ്തത, പിന്നെ നമ്മുടെ സാധാരണ ഭൗമ ജീവിതത്തിലുമുള്ള വിശ്വസ്തത, സത്യസന്ധത, ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. വിശ്വസ്തതയ്ക്ക് ലേശം സ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ശുശ്രൂഷകളിൽ പോലും ആത്മീയ വിഷയങ്ങളിൽ പോലും വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, സത്യസന്ധത ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ, നിത്യതയ്ക്കായി ഒരുങ്ങുന്ന ദൈവമക്കൾ, മഹാപീഡനകാലത്തുള്ളവർ മാത്രമല്ല, ഇന്നും നാം സത്യസന്ധരായിരിക്കണമെന്ന്, വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം നിർബന്ധത്താൽ ആഗ്രഹിക്കുന്നു. നിർബന്ധത്താൽ. സ്തോത്രം. അതാണ് ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ അതേ യോഗ്യതയല്ലേ പറഞ്ഞേക്കുന്നത്? ഓർമ്മ വരുന്നുണ്ടോ? ഒന്ന് പത്രോസ് 2:22. 1 Peter 2:22. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, കർത്താവിന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അതേ യോഗ്യത ഈ വീണ്ടെടുക്കപ്പെട്ട ഭൂമിയിൽ സുവിശേഷകരായി മഹാപീഡനകാലത്ത് പ്രവർത്തിക്കുന്ന 144,000 പേരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അവരുടെ വായിൽ ഭോഷ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല.
യേശുവിൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. നാമും സത്യസന്ധരായി തീർന്നാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടം സഹിക്കേണ്ടി വരാം. തീർച്ചയായിട്ടും. പണ്ട് നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ടല്ലോ, ഒരു മകൻ, ഒരു കൊച്ചുകുട്ടി അമ്മ ഉണ്ടാക്കിയ പട്ടിയിറച്ചിയെക്കുറിച്ച് പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് അടികൊള്ളും, സത്യം പറഞ്ഞില്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ചി തിന്നും എന്നൊരു പറച്ചിലുണ്ടല്ലോ. എത്ര നഷ്ടം കഷ്ടവും നമുക്ക് സഹിക്കേണ്ടി വന്നാലും നാം സത്യസന്ധരായി നിലകൊള്ളണം. വഞ്ചന, ഭോഷ്ക്, ചതി ഒന്നുമില്ലാത്തവരായി. അത് ദൈവരാജ്യത്തിൽ പോകുന്നതിനുള്ള യോഗ്യതകളിൽ ഒന്നാണ്. സ്തോത്രം. 15-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ചോദിക്കുന്നു, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ആർക്കാ വസിക്കാൻ കഴിയുന്നത്? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവ് കൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരൻ അപമാനം വരുത്താതെയും കൂട്ടുകാരനും യഹോഭക്തന്മാരെ ബഹുമാനം സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സ്തോത്രം. അതിന്റെ ആദ്യ ഭാഗങ്ങൾ കണ്ടോ? ഹൃദയപൂർവം സത്യം സംസാരിക്കുക, സത്യം ചെയ്തിട്ട് നഷ്ടം സഹിക്കേണ്ടി വന്നാലും ചെയ്ത സത്യത്തിൽ നിന്ന് മാറാതിരിക്കുക. നാവുകൊണ്ട് കുരള, ഏഷണി, വ്യാജം പറയാതിരിക്കുക. ഇതൊക്കെ ദൈവരാജ്യത്തിൽ പോകുന്നതിനുള്ള യോഗ്യതയാ. ഇത് ദൈവരാജ്യ പ്രവേശനത്തിന് ഒരു യോഗ്യതയായിട്ട് കണ്ടാൽ ഇന്നത്തെ ക്രൈസ്തവർ, വേണ്ട, പെന്തക്കോസ്തുകാർ, പാസ്റ്റേഴ്സും നേതാക്കന്മാരും തന്നെ എത്ര പേര് പോകും? സ്തോത്രം. ഇത് വെച്ചിട്ടാ പറയുന്നത്, എൻ്റെ പാസ്റ്റർ അങ്ങനൊക്കെ നോക്കിയാൽ അങ്ങ് ആരും പോകത്തില്ല, അതുകൊണ്ട് കർത്താവ് അത്രയ്ക്കൊന്നും സ്ട്രിക്റ്റ് പിടിക്കത്തില്ലായിരിക്കും. നമ്മുടെ തോന്നല അത്. സ്തോത്രം. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ സ്വർഗം തരിശു കിടന്നാലും വ്യാജന്മാർക്ക്, ഭോഷ്ക് പറയുന്നവർക്ക്, ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. സ്തോത്രം. ഒത്തിരി വാക്യങ്ങൾ അതിനു വേണ്ടി ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ യേശുക്രിസ്തുവിനെ വിശുദ്ധനും സത്യവാനും എന്നൊക്കെ വിളിച്ചപ്പോൾ 2-3 അധ്യായങ്ങളിൽ നിന്ന് ആ കാര്യങ്ങൾ പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ള ഭോഷ്കുകളെ നമുക്ക് നീക്കിക്കളയാം. ഏതൊക്കെ അർത്ഥങ്ങളിലാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. നമുക്കവയെല്ലാം നീക്കിക്കളഞ്ഞ് സത്യസന്ധരായിട്ട് ജീവിക്കാം. സ്തോത്രം. നികുതി അടയ്ക്കുന്ന കാര്യത്തിൽ പോലും, ടാക്സ് ഗവൺമെന്റിന് കൊടുക്കുന്ന വിഷയങ്ങളിൽ പോലും ഒക്കെ നമുക്ക് സത്യസന്ധത പുലർത്താം. സ്തോത്രം. അപ്പോൾ ഇവരുടെ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്നതിനുള്ള യോഗ്യതകളിൽ ഒന്നാണ് ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല.
സത്യം സംസാരിക്കുക. വളരെ ലളിതമാണ്. അതിനെ നമ്മൾ ഒത്തിരി അങ്ങ് എന്താണ് പറയുന്നത്, സങ്കീർണമൊന്നും ആക്കണ്ട. സത്യം പറയുന്നവരാകുക, സത്യത്തിൽ ഇഷ്ടപ്പെടുക, ഭോഷ്കിനെ വെറുക്കുക. സ്തോത്രം. ഭോഷ്കിനെ വെറുക്കുക. ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയിലെ ആൾക്കാരെ കണ്ടു. എൻ്റെ അറിവിൽ അവരുടെ പ്രവർത്തനത്താലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ കർത്താവിനെ അറിയുന്നത്. ഗവൺമെന്റ് അധികാരികളും FCRIയുമായും സാമ്പത്തിക ഇടപാടുകളുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരികൾ ഇവരെ ചോദ്യം ചെയ്തു. അവരുടെ വരുമാന സ്രോതസ്, എന്തിനൊക്കെയാണ് അവർ ചിലവഴിക്കുന്നത്, എല്ലാ കാര്യങ്ങളും. ഇവരുടെയൊക്കെ സ്ഥാപനങ്ങളിൽ വന്ന് റെയ്ഡ് നടത്തി. ഇവരുടെ സുവിശേഷ പ്രവർത്തകരെ ഫോണിൽ വിളിച്ചും നേരിട്ട് വിളിച്ചും പോലീസ് അധികാരികൾ ഇവരുടെയൊക്കെ അടുക്കൽ വന്നും ഇന്റർവ്യൂ നടത്തിയും ഒക്കെ അവരെ ചോദ്യം ചെയ്തു. ഇവരെ ഇങ്ങനെയൊക്കെ വിളിച്ചപ്പോൾ അവരുടെ സംഘടനാ നേതാക്കന്മാർക്ക് ഈ സുവിശേഷ പ്രവർത്തകർ അറിവ് കൊടുത്തു. ഇതുപോലെയൊക്കെ ഞങ്ങളെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. എനിക്ക് അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തോന്നി. ആ സംഘടനാ നേതാക്കൾ പറഞ്ഞു, ഒന്നും മറച്ചു വയ്ക്കരുത്. നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എവിടുന്നൊക്കെ നമുക്ക് കാശ് വരുന്നു, എങ്ങനെയെല്ലാം ചിലവഴിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി IT ഫയൽ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ അങ്ങനെയേ തുറന്നു പറഞ്ഞേക്കാൻ പറഞ്ഞു. ഈ പലയിടത്തും ഇവരെ വിളിച്ച് പല നിലകളിൽ ചോദ്യം ചെയ്തിട്ടും റെയ്ഡ് നടത്തിയിട്ടും ഇവര് ഉള്ളത് അതുപോലെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം മാത്രം അവർ നിഷേധിച്ചു, മതപരിവർത്തനം നടത്തുന്നുണ്ടോ? അവർ പറഞ്ഞില്ല. ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നു, യേശുവിൽ ജനം വിശ്വസിക്കുന്നു, വിശ്വസിച്ചിട്ട് വരുന്നവരെ ഞങ്ങൾ സ്നാനപ്പെടുത്തുന്നു. എത്ര പേരെയൊക്കെ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടാകും, അവർ സംഖ്യ ഉൾപ്പെടെയുള്ളതെല്ലാം പറഞ്ഞു. ദിവസങ്ങളും ആഴ്ചകളും നീണ്ടു നിന്ന ഈ പ്രക്രിയക്കെല്ലാം ശേഷം അവർക്ക് വീണ്ടും അടുത്ത ചില വർഷങ്ങളിലേക്കും കൂടെ FCR എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അവർക്കൊരു നാശവും ഒരു ദോഷവും ഇവരാരും വരുത്തിയില്ല. ആ സുവിശേഷ പ്രവർത്തകർ പറയുകയായിരുന്നു, അതിലെ ചില സ്ഥാന ഉത്തരവാദിത്വങ്ങളുള്ള ചിലരെ ഞാൻ കണ്ടു. അവരും പറയുകയായിരുന്നു, ഞങ്ങൾ ഉള്ളത് അതുപോലെ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം. സത്യസന്ധമായ, അതുകൊണ്ട് അവർക്ക് ഇന്ന് ഒളിച്ചു വെക്കാനൊന്നുമില്ല ഗവൺമെന്റിൽ നിന്ന് പോലും. സ്തോത്രം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ ദൈവിക പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യാവുന്ന മാത്രം. ഭോഷത്വമായിട്ട് സത്യം പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഭോഷത്വം കാണിച്ച് വെച്ച് കുടുങ്ങുന്നതിന് തമ്പുരാൻ ഉത്തരവാദിയല്ല. എന്നാൽ ഇങ്ങനത്തെ ഒരു സ്ഥിതി വരികയാണ്. എന്താ നമ്മൾ ചെയ്യുന്നത്? സുവിശേഷം അറിയിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം, ഇനി ടാക്സ് കൊടുക്കേണ്ടി വന്നാലും സത്യമായത് പറയൂ. എവിടെയും സത്യസന്ധത പുലർത്തിയാൽ ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് നാം ഒരു പടി കൂടെ അടുക്കും. അടുത്തതാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താ? കളങ്കമില്ലാത്തവർ. കളങ്കമില്ലാത്തവർ. നമ്മൾ മത്തായി 5-ാം അധ്യായം പഠിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞിരുന്നു. കളങ്കമില്ലാത്തവർ അല്ലെങ്കിൽ നിഷ്കളങ്കൻ.
അബ്രഹാമിനോട് ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞത് എന്താണ്? നീ എൻ്റെ നീ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. സ്തോത്രം. ആ നിഷ്കളങ്കത അല്ലെങ്കിൽ കളങ്കമില്ലായ്മ എന്ന് പറയുന്നതാണ് പെർഫെക്റ്റ്, ഊനമില്ലാത്തത്, തികവ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവർ കളങ്കമില്ലാത്തവരായിരുന്നു എന്ന് വെച്ചാൽ അവർ പെർഫെക്റ്റ് ആയിരുന്നു, ഊനമില്ലാത്തതായിരുന്നു, വിതൗട്ട് ബ്ലെമിഷ്. പഴയ നിയമത്തിൽ യാഗം കഴിക്കുന്നതിനുള്ള മൃഗത്തിന്റെ യോഗ്യതയാണ് എന്തേ? ഊനം ഇല്ലാത്തതായിരിക്കുക എന്ന് വെച്ചാൽ കളങ്കമില്ലാത്തതായിരിക്കുക എന്ന് വെച്ചാൽ തികഞ്ഞതായിരിക്കുക. ദിസ് ഇസ് ദ മീനിങ് ഓഫ് പെർഫെക്ഷൻ. ബി പെർഫെക്റ്റ് ഇൻ മൈ സൈറ്റ്. എൻ്റെ മുമ്പാകെ നിങ്ങൾ തികവോടെ നടക്കുക, തികവോടെ നടക്കുക. അപ്പോൾ ഇവര് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഒരു ആശാരി അല്ലെങ്കിൽ മേശരി, മെയ്സൺ, അയാളുടെ പ്ലം ലൈൻ അല്ലെങ്കിൽ ഒരു ത്രെഡ് പിടിച്ചിട്ട് അവൻ രണ്ട് രീതിയിലും ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അവൻ അളന്ന് നോക്കും. അളന്നല്ല, ലെവല് പിടിച്ചു നോക്കും. അവൻ വലിച്ചു കെട്ടിയിരിക്കുന്ന ആ ചരടിനോട് നേരെ നിൽക്കുന്നതിനെയാണ് വിളിക്കുന്നത് അപ്രൈറ്റ്, അപ്രൈറ്റ്നെസ്. ഒട്ടും വളവില്ല, ആ അളവിനൊത്ത് ആ നല്ലതുപോലെ ചേർന്നിരിക്കുന്ന അവസ്ഥ. ഇതാണ് കളങ്കമില്ലായ്മ. ദൈവവചനത്തിന്റെ ത്രെഡ്, ദൈവവചനത്തിന്റെ ആ ചരട്, ദൈവവചനത്തിന്റെ ആ മെഷറിംഗ് റോഡ്, അളവുകോൽ പിടിച്ച് നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ കേറി ഇറങ്ങിയിരിക്കരുത്, ഏറ്റക്കുറച്ചിലുകൾ കാണരുത്. നാം ഒത്തതായിരിക്കണം, അപ്രൈറ്റ് ആയിരിക്കണം. കുറവും വേണ്ട, കൂടുതലും വേണ്ട. അതാണ് നിഷ്കളങ്കത, അതാണ് നേരുള്ള അവസ്ഥ. അപ്രൈറ്റ്നെസ്, വിതൗട്ട് ബ്ലെമിഷ്, ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു കുറവുമില്ലാത്ത, അളവിനൊത്ത ആ അവസ്ഥ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ മേൽ ദൈവം പ്രയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ അഥവാ ആയുധങ്ങളെക്കുറിച്ച്. ഓർമ്മ കാണുമായിരിക്കുമല്ലോ. 2 instruments God uses upon us, upon his people. തൻ്റെ ജനത്തിന്റെ മേൽ ദൈവം ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങളെ കുറിച്ച്. മറന്നുപോയ? വചനം, പരിശുദ്ധാത്മാവ് അല്ല, തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ്. അടുത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു. തൂക്കുകെട്ടയാ? തൂക്കുകെട്ട. ദാനിയേൽ 5-ാം അധ്യായത്തിൽ ബാബിലോണിലെ അവസാന രാജാവ് ബെൽശസ്സറുമായി ബന്ധപ്പെട്ട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ തൂക്കി നോക്കി. നമ്മളെല്ലാവരെയും കർത്താവ് തൂക്കും. നമ്മുടെ വിശുദ്ധിയെ, നമ്മുടെ വിശ്വസ്തതയെ എന്ന് വേണ്ട സകലത്തെയും തമ്പുരാൻ തൂക്കും. തൂക്കുമ്പം ദൈവത്തിൻ്റെ അളവിൽ ഒട്ടും കുറഞ്ഞു കാണരുത്. രണ്ടാമത്തേതാണ് ആമോസ് പ്രവാചകനിലൂടെ പറയുന്നത്, ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ തൂക്കുകട്ട പിടിക്കും, പ്ലം ലൈൻ. സോ ബാലൻസ് ആൻഡ്
പ്ലം ലൈൻ. സ്തോത്രം. നമ്മുടെ തൂക്കവും നോക്കും, നമ്മുടെ വടിവും നോക്കും. സ്തോത്രം. ഇതിൽ രണ്ടിലും നമ്മൾ കുറവുള്ളവരാകരുത്. നേരത്തെ തന്നെ നമ്മൾ പഠിച്ചതാണ്. മത്തായി 5:48 വാക്യമൊക്കെ പഠിച്ചപ്പോൾ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് പാപരഹിതമായ പരിപൂർണതയല്ല. കാരണം നമ്മൾ പാപികളാണ്, പാപത്തിൽ ജനിച്ചവരാണ്, പാപമുള്ളവരാണ്. അതുകൊണ്ട് നമ്മിൽ നിന്നും പാപരഹിത പരിപൂർണത, തികവ് ദൈവം പ്രതീക്ഷിക്കുന്നില്ല. We cannot be perfect without sin or sinless perfect ആകാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കാരണം it is not possible because we are born in sin. We are born sinners. And therefore we cannot be sinlessly perfect as God is. ദൈവം പാപരഹിതനായ പരിശുദ്ധനും പരിപൂർണനുമാണ്. ആ പരിപൂർണത നമ്മെ കൊണ്ട് പറ്റില്ല. നാം പാപത്തിൽ ജനിച്ചവരും പാപമുള്ളവരുമായതുകൊണ്ട്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വിശുദ്ധൻ എന്ന നിലയിൽ, രക്തത്താൽ കഴുകൽ പ്രാപിച്ച, യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു വിശുദ്ധൻ എന്ന നിലയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന വിശുദ്ധിയുടെ അളവുണ്ട്. അതിൽ നാം എത്തിച്ചേരണം. ആ വിശുദ്ധി നമുക്ക് കൂടിയേ തീരൂ. സ്തോത്രം. ഇവർ ഏറ്റവും പ്രതികൂലമായ അവസ്ഥയിലായിരുന്നിട്ടും, ഏറ്റവും പാപം ചെയ്യുവാനുള്ള സകല സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും എങ്ങനെ ജീവിച്ചു? നിഷ്കളങ്കരായി ജീവിച്ചു. നിഷ്കളങ്കരായി ജീവിച്ചു. അങ്ങനെയെങ്കിൽ നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന നിഷ്കളങ്കതയും നിറവും തികവും എന്തുമാത്രമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മിലെ പോരായ്മകളെ കർത്താവിനോട് നമുക്ക് ഏറ്റുപറഞ്ഞ് വിശുദ്ധരാകാം. നാം വിശുദ്ധരായി ജീവിക്കുവാൻ വേണ്ടതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായി തൻ്റെ പുത്രന്റെ ക്രൂശ് മരണത്താൽ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, പാപത്തിൽ നിന്നാണ് കർത്താവ് നമുക്ക് വിമോചനം തന്നിരിക്കുന്നത്. Jesus as the Savior, he saves us from our sins, not only from the condemnation of sins. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് മാത്രമല്ല യേശു രക്ഷകനായി നമുക്ക് രക്ഷ നൽകുന്നത്. മത്തായി 1:21, മാത്യു 1:21, അവിടെ നമ്മൾ കാണുന്നത് പാപത്തിൽ നിന്നും രക്ഷിപ്പാനിരിക്കുന്നു. അതുകൊണ്ട് നീ അവന് യേശു അഥവാ രക്ഷകൻ എന്ന് പേരിടണം. സ്തോത്രം. So this should be very much stressed. Jesus as the Savior saves us from the very sin. പാപത്തിൽ നിന്നാണ് കർത്താവ് നമുക്ക് രക്ഷ നൽകുന്നത്, വിമോചനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാപമോചനം പ്രാപിച്ച ഒരു പാപിക്ക് ജഡത്തിൽ ജീവിക്കുന്ന അളവിൽ വിശുദ്ധരായി ജീവിക്കുവാൻ കഴിയുന്നതിൻ്റെ പരമാവധിയിൽ വിശുദ്ധരാകുവാൻ കഴിയും. സ്തോത്രം. ഒരു ദിവസം കൊണ്ട് അവിടേക്ക് നമ്മൾ എത്തുന്നില്ല. ആയുഷ്കാലം മുഴുവനും എടുക്കും ആ വളർച്ചയിലേക്ക് നാം എത്തുവാൻ. പിന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. The Holy Spirit is another provision for us to be perfect and blameless. The written word
എഴുതപ്പെട്ട വചനം മറ്റൊരു പ്രൊവിഷനാണ്, മറ്റൊരു കരുതലാണ് നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി. സെയിൻസ് ഫോർ ഫെലോഷിപ്പ്, കൂട്ടായ്മയ്ക്ക് വേണ്ടി വിശുദ്ധന്മാരെ നമുക്ക് തന്നത്. സ്തോത്രം. മിനിസ്റ്റേഴ്സ് ഫോർ ഹെൽപ്പിംഗ് us ഇൻ ദിസ് ഗ്രോത്ത്, ഈ വളർച്ചയിൽ നമ്മെ സഹായിപ്പാൻ ശുശ്രൂഷക വൃന്ദത്തെ നമുക്ക് തന്നത്. ഈവൻ the precious and great, exceedingly great promises, വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ എന്താണ്? നാം യേശുക്രിസ്തുവിനോട് അനുരൂപരായി നിഷ്കളങ്ക ജീവിതം അഥവാ വിശുദ്ധ ജീവിതം അഥവാ തികവിന്റെ ജീവിതം നയിക്കുന്നതിനായി ദൈവത്തിന്റെ കരുതലുകളാണ്. All these are divine provisions for us to be perfect or blameless in this life. The provisions for a Christ-like life. ഇവയെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കെ നാം അങ്ങനെയുള്ള ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി സമർപ്പിതരായിരിക്കണം. മഹാപീഡനകാലത്തെ ആ വിശുദ്ധന്മാർക്കത് സാധ്യമെങ്കിൽ കൃപാകാലത്തെ നമുക്കും അത് സാധ്യമാണ്. അത് കൂടിയേ തീരൂ. ആ പ്രത്യേകമായ ആത്മീയ അനുഭവത്തിലൂടെ നടന്ന് നിത്യതയിൽ കുഞ്ഞാടുമൊത്ത് സ്വർഗീയ സിയോനിൽ നമുക്കും വസിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ വചനങ്ങൾ അതിന് മുഖാന്തരങ്ങളാകട്ടെ, അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന് മഹത്വം.